எனக்கு விடப்பட இப்படி நடுக்குது. விரைச்சி போயில விரைச்சி போட நான் ஒரு ஆள் தானே இருக்கேன். வீடு திறக்கல, இப்படி நடுக்குது எனக்கு உடம்பெல்லாம். இப்போவுமே அந்த நடுக்கம் இருக்குடப்பா அழட்டுதான். அது இங்கே வந்து நின்றுச்சு. இந்த கம்பியை விட்டு நின்று திரும்பினுச்சு. அங்கே திரும்பும் போது நான் நமக்கு வந்துருமோன்னு எனக்கு ஒரு பயம். வேற ஒன்று அந்த டைம் பாத்ரூம் போயிட்டு வரும்போது யாரும் அடிச்சுக்கிட்டு இருந்தது. நேரில் கண்டுல நேரில் கண்டு அங்கே வந்து நான் மயங்கி ஒன்று போதம் போய் കൊമ്പ് കൊണ്ട് കാല് ചവിട്ടിയിട്ടുണ്ട്. ആ ചേച്ചി പാത്രം കഴുകിക്കൊണ്ട് നിന്ന സമയമാണ് അപ്പോൾ ആന ചവിട്ടി നടന്നു പോയ കാൽപ്പാടുകളാണ് നിങ്ങളിപ്പോൾ ഈ കുഴി പോലെയൊക്കെ കാണുന്നത്. അപ്പം ഇവിടുന്ന് ആന ചേച്ചി കണ്ടു. പുള്ളിക്കാരി അങ്ങോട്ട് ഓടി. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ആ ജ്യോതി എന്ന് പറയുന്ന ആ ചേച്ചീനെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓടിയ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടുന്ന് ചേച്ചി തെന്നി വീഴുകയായിരുന്നു. ആ വീണ വീഴ്ചയ്ക്കാണ് ആന ചേച്ചിയെ കുത്തി കൊന്നതും അതുപോലെ തന്നെ പിടിച്ച് തലക്കിട്ടൊക്കെ ചവിട്ടിയതും ആൾ മരണപ്പെട്ടതും. ആ ഭാഗത്തുനിന്ന് ആന ഓടി വന്ന് അപ്പോൾ ചേച്ചി ഓടിയിട്ട് വന്ന് ബൈക്ക് വീഴുന്നതാ. അവിടെ തെന്നി വീണു അല്ലേ? തെന്നി വീണ വീഴ്ചയ്ക്ക് പിടിച്ചു. அப்புறம் நேருக்கு நேரம் இங்கே எப்படி நின்னேன் சார். கூப்பிடவும் இப்படித்தானே பார்த்தேன். ஆனால் அங்கேருந்து வருது, அந்த சைடுலேருந்து வருது. வந்தோடனே நான் ஐயோ உதயச்சிருக்கா ஒடியாக்கான்னு கூப்பிட்றேன். அது நேராக போயிடுச்சு. நான் வீட்டுக்குள்ளே போயிட்டேன் சார். போயிட்டு சரி இது போயிருச்சேன்ட்டு கதவை சாத்தினே வந்த வரையில் இங்கே ஒரு சவுண்டு கொடுத்துச்சு பயங்கரமாக. சவுண்டு கொடுத்துட்டு அப்புறம் போயிடுச்சு. அப்புறம் போயிட்டு அதை இது பண்ணிவிட்டு போயிடுச்சு. அப்புறம் நான் கதவை திறந்து பார்க்குறேன். അங்கே നിന്ന് പാത്തുക്കിട്ട് തിരുമ്പി പാത്തുക്കിട്ട്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട് നീലഗിരീസ് ഡിസ്ട്രിക്റ്റിലെ അയ്യങ്കൊല്ലി കൊളപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇതിനു മുന്നേ ഞാൻ നിരവധി തവണ ഈ ഒരു പ്രദേശങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു 2-3 മാസം മുന്നേ ബുള്ളറ്റ് കൊമ്പൻ എന്ന് പറയുന്ന ഒരു കാട്ടാനയെക്കുറിച്ച് നമ്മൾ നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു. ആ ഒരു സമയത്തൊക്കെ നമ്മൾ സന്ദർശിച്ച ഒരു പ്രദേശമാണ് കൊളപ്പള്ളി, അതുപോലെ തന്നെ അയ്യങ്കൊല്ലി എന്ന് പറയുന്ന പ്രദേശങ്ങളൊക്കെ. അതായത് ഈ ബുള്ളറ്റ് കൊമ്പൻ എന്ന് പറയുന്ന ഈ ഒരു കൊമ്പനാനയെ പിടികൂടിയത് അയ്യങ്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചായിരുന്നു. അതിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു കൊളപ്പള്ളി എന്ന് പറയുന്നത്. ഇവിടെ 9 ലൈൻസ് എന്ന് പറയുന്നൊരു പാടിയുണ്ട്, എസ്റ്റേറ്റ് പാടിയുണ്ട്. ആ പാടിയിൽ താമസിക്കുന്ന ഒരു തൊഴിലാളി, ഒരു സ്ത്രീയെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഞാനിപ്പോൾ ഈ വീഡിയോ പകർത്തുന്നത് 23-ാം തീയതിയാണ്. 22-ാം തീയതി ഈ ഒരു പ്രദേശത്ത് ആ ഒരു പാടിയിൽ 9 ലൈൻസ് എന്ന് പറയുന്ന പാടിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ അതിരാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 7 മണിക്ക് ഒക്കെ ആയ സമയത്ത് വീടിന് മുൻവശത്ത് പാത്രം കഴുകിക്കൊണ്ടിരുന്ന ആ ഒരു സ്ത്രീയെ കാട്ടാന അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കാട്ടാന ആക്രമണത്തിൽ മനുഷ്യർ മരിക്കുന്നത് ഇപ്പോൾ ഒരു നിത്യസംഭവം ആയി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നീലഗിരീസ് ഡിസ്ട്രിക്റ്റിൻ്റെ പല ഭാഗത്തും, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും വയനാട്ടിലും മറ്റ് പല ഭാഗങ്ങളിലും ഇതേപോലെ തന്നെ നമ്മൾ നിരവധി വിഷയങ്ങൾ കേൾക്കുന്നുണ്ട്. ഇന്നേ ദിവസം തന്നെ, അതായത് ഈ ഒരു ചേച്ചി മരിച്ച 22-ാം തീയതി തന്നെ കേരളത്തിലും അട്ടപ്പാടിയിലും ഒരാൾ മരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാനായിട്ട് സാധിച്ചു. ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. മനുഷ്യൻ്റെ ജീവന് ഒരു വിലയില്ലാതെ, അതായത് വീടിൻ്റെ മുൻവശത്ത് പോലും നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാട്ടാനകളെ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇതുപോലെ ഇങ്ങനെ അഴിച്ചു വിടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാ പ്രദേശത്തുള്ള ആളുകളും നേരിടുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് നീലഗിരീസ് ഡിസ്ട്രിക്റ്റിലെ പല പ്രദേശങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുഴുവൻ തേയിലത്തോട്ടവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. ഈ തേയിലത്തോട്ടവുമായിട്ട് ബന്ധപ്പെട്ട ജോലിക്കാരായിരിക്കും കൂടുതലും ഈ ഇവിടെയൊക്കെ താമസിക്കുന്നത്. അപ്പം അങ്ങനെ ഈ എസ്റ്റേറ്റ് ജീവനക്കാരിയായിട്ടുള്ള ഒരു ചേച്ചിയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ മരിച്ചത്. ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ആ ചേച്ചിയുടെ പരിക്കെന്ന് പറഞ്ഞാൽ അതിഗുരുതരമായ പരിക്ക് തന്നെയായിരുന്നു. കൊമ്പ് കൊണ്ട് കുത്തി ഇറക്കിയിട്ടുമുണ്ട്, അതുപോലെ തന്നെ തലക്കിട്ട് ചവിട്ടിയിട്ടുമുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. വീടിൻ്റെ മുൻവശത്ത് തന്നെ കിടന്നാണ് ആ ഒരു ചേച്ചി മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ. അത് ആ കുടുംബത്തിൻ്റെ ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അവരാരും കാട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക എങ്ങോട്ടെങ്കിലും പോയിട്ടൊന്നുമല്ല, വീടിൻ്റെ മുൻവശത്ത് തന്നെ നിന്ന് ഇങ്ങനെ ജീവൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% തികഞ്ഞ മനുഷ്യാവകാശ ലംഘനം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അധികം താമസിക്കാതെ നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ സ്ഥിതി വിദൂരമൊന്നുമല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പല വിഷയങ്ങൾ കാണുമ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും നമ്മൾ ആ ഒരു എസ്റ്റേറ്റ് പാടിയിലേക്ക് പോവുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അവിടെയുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചേച്ചിയുടെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള ട്രാക്ടർ പോകുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു ആചാരം ഇങ്ങനെയൊക്കെയാണ്. ഇടയ്ക്ക് പടക്കം പൊട്ടുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്.
ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതികളും കാര്യങ്ങളും കേട്ടോ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇതാണ് ആ ഒരു സ്ത്രീ താമസിച്ചിരുന്ന ഒരു പാടി എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ മുഴുവൻ തേയിലത്തോട്ടം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാം കുറച്ചൊരു കാടുള്ളൊരു ഏരിയ. അപ്പോൾ ആ ഒരു പ്രദേശത്ത് നിന്നായിരിക്കും ആന ഇറങ്ങി വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഏതായാലും ഇതുപോലെയുള്ള ഏരിയാസ് ഈ തേയിലത്തോട്ടങ്ങളിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ, പക്ഷേ തേയില തോട്ടത്തിലെ ജോലിക്കാരാണ് ഇവരെല്ലാവരും തന്നെ. അതുപോലെ തന്നെ ആ ചേച്ചിയെ കൊലപ്പെടുത്തിയ ആ ഒരു കാട്ടാനയുടെ ഒരു ഒറ്റക്കൊമ്പനാണ്, ഒറ്റ കൊമ്പ് മാത്രമുള്ള ഒരു ആനയാണ്. ആ ആനയുടെ ഒരു ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ആ ഫോട്ടോയിൽ തന്നെ ആനയുടെ കൊമ്പിൽ തന്നെ ആന ചോര ബ്ലഡ് സ്റ്റെയിൻസൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു കൊമ്പിലുണ്ട്. അത് ആ ചേച്ചിയെ കൊലപ്പെടുത്തിയതിന് ശേഷം തൊട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഷൂട്ട് ചെയ്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ എസ്റ്റേറ്റിലൊക്കെ പാടികളിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു സ്ഥിതിയും കൂടെ ഒന്ന് കാണണം കേട്ടോ. വളരെ ശോചനീയ അവസ്ഥയാണ്. ഇതിനു മുന്നേ നമ്മൾ പല പ്രാവശ്യം പല പാടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഒരു എസ്റ്റേറ്റിലെ പാടി ജീവനക്കാരുടെ ഒരു ജീവിത സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ആ മരിച്ച ആളുടെ ആ ഒരു ആ ചേച്ചിയെ കൊലപ്പെടുത്തിയ ആ ഒരു പ്രദേശം കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നതായിരിക്കും കേട്ടോ. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അവിടെ ആളുകൾ കൂടി നിൽക്കുന്ന ആ ഒരു കറുത്ത ടാർപ്പ കിടക്കുന്ന ആ ഒരു പ്രദേശത്താണ് ഈ ഒരു ചേച്ചിയെ കൊലപ്പെടുത്തിയത്. അതായത് ഇവിടെ എല്ലാം വീടുകളുള്ള ഒരു പ്രദേശമാണ്. ആ വീടിൻ്റെ മുമ്പിൽ പാത്രം കഴുകിക്കൊണ്ട് നിന്ന ഒരാളാണ് മരിച്ചത് കേട്ടോ. ഈ കാണുന്നതാണ് ആ ചേച്ചിയുടെ വീട്. ഇത് ചേച്ചിയുടെ ബോഡി വെക്കാനായിട്ട് കൊണ്ടുവന്ന ഫ്രീസറും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ആന ചവിട്ടിയ കാൽപ്പാടുകളാണ് ഈ കാണുന്നത്. ഇവിടെ പാത്രവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ട് നിന്ന ആളായിരുന്നു. അപ്പോൾ ആന ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ട് ആ ചേച്ചിയെ വലിച്ചെറിഞ്ഞ് ഈ ഒരു ഭാഗത്തെത്തി ഇവിടുന്ന് കുത്തി, അതുപോലെ തന്നെ തലക്കെട്ട് ചവിട്ടുകയും ചെയ്തു. എന്നിട്ട് ആന ആ ഒരു ഭാഗത്തേക്ക് കയറിപ്പോയി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പേരെന്നാ? ജ്യോതി, വിജയജ്യോതി. നേരത്തെ എണ്ണ ഇങ്ങനെ നിയന്ത്രിച്ച് ನಾನು ವಾಸಕುಟ್ಟ ಪುಣೆ ಸರ್ ಕೂಟಿಕಿಟ್ಟು அந்த அம்மாவோட பேர் என்ன? சுந்தரி. சுந்தரி அல்ல, அது இது உதயசூரியன் தான் கொடுத்துருக்காங்க. உதயசூரியன் பேர் என்ன? லட்சுமி. லட்சுமி வாசக்குட்டிக்கு சார். அப்போ இது என்னை கூப்பிட்டுருச்சு. என்னை கூப்பிட்டு சோதினோன்னு நான் பார்த்தோன்னா வாசலில் வந்துருச்சு ஆனை. அது அந்த ஓட்டத்தில் ஓடியாந்து உதயசூரியக்கா வாக்கா வீட்டுக்குள்ளே வந்திருக்கான்னு கூப்பிட்டேன். அது நேராக போயிடுச்சு. அவர் அந்த டைமில் என்ன பண்ணிட்டாருங்க? வீட்டுக்குள்ள வந்து பாத்திரம் கழுவுறது கரெக்டாக அது வர்றதுக்கும் சரியாக பாத்திரம் கழுவுறது. ஆனால் என்னை கூப்பிட்டுச்சு, சோதின்னு கூப்பிட்டுச்சு. நான் பார்த்துட்டேன் ஆனையை. ஆனால் அதை கூப்பிடலன்னா பார்த்துட்டியா? அப்புறம் நேருக்கு நேரம் இங்கே இப்படி நின்னேன் சார். கூப்பிடவும் இப்படி தானே பார்த்தேன். ஆனை அங்கேருந்து வருது, அந்த சைடு இருந்து வருது. வந்தோடனே நான் ஐயோ உதயசிருக்கா ஒடியாக்கான்னு கூப்பிட்றேன். அது நேராக போயிடுச்சு. நான் வீட்டுக்குள்ளே போயிட்டேன் சார். போயிட்டு சரி இது போயிருச்சேன்ட்டு கதவை சாத்தினேன். இங்கே வந்த வரையில் இங்கே ஒரு சவுண்டு கொடுத்துச்சு, பயங்கரமாக சவுண்டு கொடுத்துட்டு அப்புறம் போயிடுச்சு. அப்புறம் போயிட்டு அதை இது பண்ணிவிட்டு போயிடுச்சு. அப்புறம் நான் கதவை திறந்து பார்க்குறேன், அங்கே நின்று பார்த்துக்கிருக்கு, திரும்பி பார்த்துக்கிட்டு இருக்கு. அந்த டைமில் அவங்கள நமக்கு ஒன்றும் பண்ண முடியாது சார். அதுதான் நேராக போயிடுச்சு இல்லை.
அது இது நம்ம வாசலை விட்டு தாண்டிடுச்சு. அந்த அக்கா தாண்டிட்டாங்க. நானும் வீட்டுக்குள்ள ஓடிட்டேன். இது இங்கே வந்து അവരുടെ ബോഡി എങ്ക കിടന്നത്? அந்த அவரோட வீட்டில் அந்த பாருங்க അവിടെ കൊണ്ടുപോയി അവിടെ ഇട്ടാണ് കൊന്നെന്നാണ് കേട്ടോ പറഞ്ഞത്. அவரோட பிள்ளையும் மயக்கம் போட்டு விழுந்துருச்சு 3 பேரும். ഓഹോ 3 பேருமே விழுந்துருச்சு. കാലയായിട്ട് എന്താ ടൈം? அது காலையில் ஒரு 6:30 இருக்கும். 6:20க்கெல்லாம் வந்துருச்சு. எப்படி இது 6:30 மணி கரெக்டாக 6:30. இங்கே நிரந்தரம் இந்த ஆனை பிரச்சனை இருக்கா? ஆனா போன மாசம் கூட வந்திருக்கு. வந்து ஆனா இப்படி காலையில எல்லாம் வரல, நைட்ல வரும். வந்துட்டு இப்படியே போயிட்டு அதை அடிச்சுட்டு போயிடுச்சு. இந்த பையனா இவ்வளவு நாளைக்கு இந்த பையனா தான் வந்திருக்குது காலையில 6:20. இறங்குண்டு இறங்கிட்டு அங்கே போனது. ஆனா அது கூப்பிடல. நானும் சரி தந்து வந்து கூப்பிட்டுருச்சு. சோதிங்கெல்லாம் நான் திரும்பி பார்த்துட்டேன். ஆனா அங்கேருந்து வர்றதுக்கும் ஓடிட்டேன். உதேசிருக்கா வீட்டுக்குள்ள வாக்கான்னு இது நேராக போயிடுச்சு. இங்கிட்டு வந்திருந்தாலும் அது எப்படியும் பிடிச்சிருக்கும். அது வர்ற வரைக்கும் நான் கூப்பிட்டேன். வாக்கா ஒடியாந்துருக்கா வீட்டுக்குள்ள, நீ இது என்ன செஞ்சு விருட்டுன்னு போனேன்னா நான் கதவை சத்திட்டேன். ஏன்னா நம்மளை எடுத்துருச்சுன்னா என்ன செய்யறதுன்ட்டு கதை படைச்சோன்னா ஒரு சவுண்டு கொடுத்துட்டு போயிடுச்சு. அப்பயே சொல்லி பார்த்துருச்சு. அவங்களுக்கு எத்தனை வயசு இருக்கு? அவங்களுக்கு 70 വയസ്സ്. 70 പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചതല്ല. രാവിലെ ചായ കുടിക്കാൻ വേണ്ടി വന്നു. പാത്രം കഴിയുന്ന സമയത്ത് ആന വാങ്ങി വന്നു. അവരെ തോണ്ടി അങ്ങോ കണ്ടിട്ട് ഓടിയത്. ബേജാറല്ലേ കണ്ടിട്ട് ഓടിയതല്ലേ? പോകുമ്പോഴത്തേനും അവിടെ വീണു പോയില്ലേ? ആ വന്നവരെ തന്നെ ആന കുത്തിയല്ലേ? ആനയ്ക്ക് ഒറ്റ കൊമ്പുള്ളൂ തോന്നല്ലേ? ഒറ്റ കൊമ്പ് തന്നെ. அந்த ஆனை இதுக்கு முன்னாடி நீங்கள் எங்கே பார்த்துட்டியா? நாங்கள் நைட்டில் தான் வந்திருக்குது. பகலில் இந்த மாதிரி பார்த்ததில்ல. நைட்டில் வந்து இங்கே வாழையெல்லாம் அடிச்சு விட்டு போயிடுச்சு நைட்டில். ஆனால் நாங்கள் பார்த்தது இது தான். நான் நேராக பார்த்தது இதே தான். வேறு எதுவும் இல்லை. ஆனால் அது கூப்பிடலன்னு என்னைய சொல்லி பார்த்துருக்கோம். அது கூப்பிட்டுருச்சு. ஜோதிங்கெல்லாம் நான் திரும்பி பார்த்தேன்னா அது அதுவும் நேராக வருது. அதுவும் கரெக்டாக ചേച്ചിനെ വിളിച്ചോണ്ട് ചേച്ചി രക്ഷപ്പെട്ടു. இல்லைன்னா என்ன எழுத்து போச்சு. என்னைய கூப்பிட்டுருச்சு. ചേച്ചിനെ കൊന്നാണ് ചേച്ചി പറയുന്നത്. അവർക്ക് എത്ര பிள்ளைங்களால அவர் தம்பி வீட்டு பிள்ளைய தான் அது வளர்த்துச்சு. 2 தம்பி வீட்டு பிள்ளைங்களும் இருக்கு. 2 தம்பி பிள்ளைகளும் நல்லா பார்க்க வைக்கும். ஹஸ்பண்ட் இருக்கா? இருக்கு. அவர் புதக்குளிக்கு போயிருக்கு. മക്കളില്ല, ഹസ്ബൻഡുണ്ട് കേട്ടോ. நீங்கள் எல்லாம் இந்த எஸ்டேட்டு பர்மனண்ட் அவரோட தம்பி பர்மனண்ட். இது எந்த எஸ்டேட்? இது நெல்லியாலம்னு சொல்லும். நெல்லியாலயம். ஆனால் இவ்வளோ நாள் நான் ஆனை அடிச்சதுல இதுதான் ஃபஸ்ட்டு. ஆளை கொன்னது இதுதான். நம்ம இந்த ஏரியாவில் ஃபஸ்ட்டு ஏரியாவில் இந்த நைட்டெல்லாம் வெளியே போகிறதுக்கு ரொம்ப கஷ்டம். இனி எப்படி இது கூப்பிட்டதெல்லாம் ஒரு நைட்டெல்லாம் அறவே எனக்கு அதை நினைச்சே சரியான കഷ്ടമായിடுச்சு. ചേട്ടൻ്റെ പേരെങ്ങനെയാ? പ്രിയേഷ്. ഇന്നലെ എത്ര മണിയായപ്പോഴാണ്? 6:30 ആയപ്പോഴാണ് സംഭവിച്ചത്. 6:30 അല്ലേ? ചേട്ടൻ്റെ ബന്ധുവാണല്ലേ? അപ്പം ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ഭാഗത്ത് നിന്ന് ആന ഓടി വന്ന് അപ്പോൾ ചേച്ചി ഓടിയിട്ട് ബൈക്ക് വീഴുന്നതാ. അവിടെ തെന്നി വീണു അല്ലേ? തെന്നി വീണ വഴിച്ചേക്ക് പിടിച്ചു. അപ്പോൾ തന്നെ കൊമ്പിറങ്ങിയിട്ടുണ്ടല്ലേ? കൊമ്പിറങ്ങിയിട്ട് ഞാൻ കൊമ്പിൽ ചോരപ്പാട് അങ്ങനെ ഫോട്ടോയിൽ കണ്ടിരുന്നു. അതേപോലെ ഇത് ഈ കാണുന്ന കാനയുടെ ചവിട്ടുപാടല്ലേ? ഒക്കെ ചവിട്ടുപാടാട്ടോ. ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നതല്ലേ? സ്ഥിരമായിട്ട് പറയാൻ പറ്റില്ല. 2 ദിവസം പണ്ടിട്ട് വന്നിട്ടുണ്ടെന്ന് പറയും. പിന്നെ ആ വഴിക്കൊക്കെ പോകുന്നുണ്ടെന്നാണ്. അതല്ലേ? ആ കണ്ടുള്ളിൽ അങ്ങനെ പോകുന്നുണ്ടെന്നാണ്. ഫോറസ്റ്റ് അങ്ങോട്ട് മുകളിൽ ഫോറസ്റ്റ് അല്ലേ? അങ്ങനെ വന്നിട്ട് അങ്ങനെ കയറി പോകുന്നുണ്ടെന്നാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞത് ഇവിടെ കാണാതെ പരിചയമില്ലാത്ത ആനയാണല്ലേ? അതെ, പരിചയമില്ലാത്ത ആനയാണ്. ഒറ്റ കൊമ്പുള്ളതല്ലേ? അവർക്ക് മക്കളില്ലല്ലേ? മക്കളൊന്നുമില്ല. ഭർത്താവിൻ്റെ പേരെന്താ? മോളൊക്കെ അങ്ങനെ ഭർത്താവിൻ്റെ പേരെന്താ? ഹസ്ബൻഡിന് പരമശിവൻ അല്ലേ? നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആന ഈ ഒരു പ്രദേശത്തു നിന്നാണ് കയറി വന്നത്. ഇവിടുന്ന് താഴെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ മുമ്പിൽ ഇവിടെ ഈ ഒരു ഷെഡിൻ്റെ മുമ്പിലായിട്ട് ആ ചേച്ചി പാത്രം കഴുകിക്കൊണ്ട് നിന്ന സമയമാണ്. അപ്പോൾ ആന ചവിട്ടി നടന്നു പോയ കാൽപ്പാടുകളാണ് നിങ്ങളിപ്പോൾ ഈ കുഴി പോലെയൊക്കെ കാണുന്നത്. അപ്പം
ഇവിടുന്ന് ആന ചേച്ചി കണ്ടു, പുള്ളിക്കാരി അങ്ങോട്ട് ഓടി. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ആ ജ്യോതി എന്ന് പറയുന്ന ആ ചേച്ചീനെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓടിയ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടുന്ന് ചേച്ചി തെന്നി വീഴുകയായിരുന്നു. ആ വീണ വീഴ്ചയ്ക്കാണ് ആന ചേച്ചിയെ കുത്തി കൊന്നതും അതുപോലെ തന്നെ പിടിച്ച് തലക്കിട്ടൊക്കെ ചവിട്ടിയതും ആൾ മരണപ്പെട്ടതും. ഇവിടെ തമിഴ് നമുക്ക് ചോദിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതാണ്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വച്ചാണ് ആ ചേച്ചിയെ കാട്ടാന കൊലപ്പെടുത്തിയത്. ഈ വീട്ടിലെ ആൾ നേരിട്ട് സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോടും കൂടെ ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം കേട്ടോ. ഈ ചേട്ടനാണ് നേരിട്ട് ഈ ഒരു സംഭവം കണ്ടത്. പേരെന്നാ? ஆனந்த். அந்த டைம் என்ன நீங்கள் இங்கே இருக்கா? அந்த டைம் பாத்ரூம் போயிட்டு வரும்போது யானை அடிச்சுக்கிட்டு இருந்தது. ஓஹோ, നേരിൽ കണ്ടുല്ലേ? நேரில் கண்டு அங்கே வந்து நான் மயங்கி ஒன்று ബോധം പോയി. ഓഹോ, ആ ചേച്ചി ഓടി വരിക, അവർ ഓടി വരുമ്പോൾ അത് ஆப்போசிட் தான் அடித்தது. എന്താ കൊമ്പ് കൊണ്ടുവരുന്നില്ല? ആ കൊമ്പ് കൊണ്ട് കാല് ചവിട്ടിയിട്ടുണ്ട്. உங்களுக்கு ஏதாவது ஆச்சா? ഇല്ല. കീഴെ വീണിട്ട്? അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞതെന്നു വെച്ചാൽ ചേട്ടൻ ഈ സംഭവം ഇവിടെ നേരിട്ടിരുന്ന് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത്. ചേട്ടൻ നേരിട്ട് കണ്ടു, ആന ആ ചേച്ചിയെ ഉപദ്രവിക്കുന്നതെല്ലാം നേരിട്ട് കണ്ടു. ആ കണ്ട കാഴ്ച, ആ ഒരു ഭീകര കാഴ്ച കണ്ടിട്ട് ചേട്ടൻ ബോധം കെട്ട് വീണു എന്ന് പറഞ്ഞാൽ അതിനുശേഷം ആശുപത്രി കൊണ്ടുവന്നാണ്. ഈ ചേട്ടൻ ഡയാലിസിസ് ചെയ്യുന്ന ഒരാളാണ്. അതുക്കപ്പുറം അപ്പോൾ ഞാൻ മയങ്ങിയത്. എന്താ ചേച്ചി അപ്പം തന്നെ മരിച്ചോ? അപ്പം തന്നെ മരിച്ചു അല്ലേ? ചേച്ചി ആ സ്പോട്ടിൽ തന്നെ മരിച്ചെന്നാണ് പറഞ്ഞത്. പിന്നെ എപ്പോഴാണ് ഫോറസ്റ്റ് അവരൊക്കെ വന്നത്? ഫോറസ്റ്റ് ആൾക്കാരൊക്കെ കൊണ്ടുപോയില്ലേ? ഇവിടെ ഇങ്ങനെ എപ്പോഴും ആന വരാറുണ്ടല്ലേ? ആന വരാറുണ്ടല്ലേ? നിങ്ങൾക്ക് അപ്പോൾ വെളിയിലെല്ലാം ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ബുദ്ധിമുട്ടുണ്ടല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെ അടുത്തെവിടെയാണ് ഫോറസ്റ്റ് ഉള്ളത്? തൊട്ടടുത്ത് ഇവിടെ തന്നെ. ആ മുകളിലല്ലേ? അവിടെ ഫെൻസിങ് അങ്ങനത്തെ ഒന്നുമില്ല? അപ്പോൾ ഇങ്ങനെ ആന ഇതിന് മുന്നേ ആളുകളെ ഓടിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടല്ലേ? ഇല്ല, ഇത് ഫസ്റ്റ് ടൈം. ആളെ കൊല്ലുന്ന ആദ്യം, ആളെ ഓടിക്കുന്നില്ല? ഇല്ലല്ല, സംഭവം ഉണ്ടായിട്ടില്ല. എന്തായാലും നിങ്ങൾ വൈകിട്ട് സമയങ്ങളിലൊന്നും പുറത്തിറങ്ങാറില്ലല്ലേ? വെളിയിലൊന്നും ഇറങ്ങാറില്ല പേടിച്ച് പോയി ആണല്ലേ? അതുപോലെ തന്നെ ഈ ഒരു സംഭവം നേരിട്ട് കണ്ട ഒരാളാണ്. ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ അടുത്താണ് സംഭവം നടന്നത്. ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള വീട്ടിലെ ആളാണ്. ഉங்கள் பேர் என்ன? சீதாலட்சுமி. நேரில் பார்த்துட்டியா? இங்கேருந்து தான் இங்கே ஒன்று தான் பார்த்துட்டு இருந்தேன். ஓஹோ, இது ராவிലെ എന്താ ടൈം? 6:30 மணி. 6:30 மணில? 6:30 மணி தானே காண வரையில? கரெக்டாக 6:30 மணி. 6 மணி. இங்கே நிரந்தரம் இந்த ஆனை பிரச்சனை எல்லாம் இருக்கா? இருக்குங்க, 3 நாளாக வந்துக்கிட்டே தான் போயிருக்கு நைட்டு. இது நாங்களும் எதிர்பார்க்கல. 6:30 மணிக்கு ஆன வாசலில் வரும்னு யாருக்குங்க தெரியும்? நைட்டுக்கு சரி சொல்ல சார், കാലയിലെ വരുമെന്ന് ആർക്കും தெரியாது. അതെ, രാത്രി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, പകൽ വരുമെന്ന് ഒരു ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് അവർ പറഞ്ഞത്. முதல்ல இந்த காலையிலலாம் வருதா? வருவாங்க. இப்போ நைட்லேயே வரும். காலையில் வந்தது நேற்று தான், நம்ம சும்மாலாம் சொல்ல முடியாது. காலையில் வந்தது நேற்று தான். நைட்டில் 2 மணிக்கு 3 மணிக்கு அப்படிலாம் வந்துக்கிட்டு இருக்கோம். அப்படி வந்துட்டு கூட யாரும் வெளியில் வர்றது இல்லை தானே, பயந்துக்கிட்டு. இங்கே என்ன நடந்தது, நாங்களாம் நைட்டில் வைத்த வாயிலும் சாப்பிட்றது கூட இல்லை, பயந்துக்கிட்டு ஆனனால. பேர் என்ன? தியாகராஜா. ஆனா வந்து என்ன நடந்துருச்சு? அந்த நான் இங்கே செட்டில் நிற்கிறேன். நீங்கள் இங்கே இங்கே செட்டில். எனக்கு அங்கிட்டு போக முடியும், இங்கிட்டு வர முடியாது. ஓஹோ, ஆனால் இங்கே. அப்போ இவர் நினச்சிட்டாரு என்னன்னு, சம்சாரமும் பையன்னு நினச்சிட்டாங்க. என்னத்தான் அப்படின்னு நான் பாத்ரூம் போகிறது, நான் பாத்ரூம் அங்கே தான் போகணும். ചേട്ടനെ കൊന്നു വിചാരിച്ചു. நான் இங்கே நிற்கிறேன் செட்டில். ഈ ഷെഡിൻ്റെ ഇവിടെ അല്ലേ? அங்கே வீடும் திறக்கலை. தம்பி வீடு தான் திறக்கலை. നിങ്ങളെല്ലാം ഇത് നേരിൽ பார்த்துட்டு 3 சவுண்டு விடுச்சு. சவுண்டு விட நான் அங்கே எனக்கு இப்படி ஆடுது. நான் ஒரு ஆள் தானே, வீடு அங்கே திறக்கலை, இங்கே வர முடியாது. பெருசானே? பெரிய அவ்வளோ பெரிய ஒற்ற கொம்பு. ஒன்றரை கொம்பு வயலில் சாப்பிட்டு நல்லா நடக்க முடியாமல் வருது. வயலின்னு பஸ்மொക്കെ കഴിച്ച് നടക്കാൻ. இவங்க வந்து நான் தான் பாத்ரூம் போகிறதுக்கு வந்ததுனால இவங்க என்ன சத்தம் போடுறதுனால இங்கே பார்த்துருச்சு. இல்லைனா நான் அங்கே சரி செட்டில். அவ்வளோதான், என் கதையும் முடிச்சு. இங்கே அடிக்கடி இங்கே ஆன பிரச்சனை இல்லை இருக்கா? நைட்டு வரும், ஆனால் காலையில் வருது தெரியும். காலையில் திடீர்னு வந்தது தான், ஒட்டும் பிரதீட்சில்லை. நைட்டு வரும் 9 மணி 10 மணி வரைக்கும் நாங்கள் முடிச்சிருப்போம், வரும். அது இதில் போவோம், அதில் போவோம், அது பிரச்சனை இல்லை.
ஆனால் காலையில் 6:30 மணிக்கு வந்தது தான் எங்களுக்கு பெரிய பிரச்சனை. யாருக்கு தெரியாது, பிள்ளைங்க எல்லாம் வந்து பொம்பளைங்கள வாச கூட பெருக்க எல்லாம் இருக்கும்ல, அப்படித்தான் இருந்தாங்க. நான் இங்கே பார்த்துட்டு தான் போனேன். அங்கே ஒரு அந்த 4வது கம்பரில் வந்து ஒரு பொண்ணு மட்டும் வந்து முதல்ல ஃபர்ஸ்ட் பேட்டி கொடுத்தாங்க பாருங்க, அவங்க தான் அந்த திட்ட கழுவிட்டு இருந்தது ஃபர்ஸ்ட். அது இருந்தாங்க. நாங்கள் போது ஆனா பார்த்துட்டு அவங்க சொல்லிட்டாங்க ஒரு സെക്കൻഡ്. ജ്യോതി എന്ന് പറഞ്ഞ ചേച്ചീനെ ആദ്യം പിടിക്കാൻ നോക്കി, പിന്നെ എന്നിട്ട് ഈ ചേച്ചീനെ പിടിക്കാൻ ഓടി ഹോട്ടലിന് ഇവിടെ വീണച്ചേക്ക് ആ ചേച്ചീനെ തട്ടിയെന്നാണ് പറഞ്ഞത്. ഇവരൊക്കെ തലനാരിലേക്ക് രക്ഷപ്പെട്ടവരാട്ടോ. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡിൽ രക്ഷപ്പെട്ടോ. അപ്പോൾ ഇവരുടെ ഇവരെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഭൂരിഭാഗം ആളുകളില്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആളുകളെയും കൂടെ ഇതിനകത്തുനിന്ന് കാണിക്കാമായിരുന്നു. എല്ലാവരും തന്നെ ആ ചേച്ചിയുടെ ഇങ്ങോട്ട് പോയിരിക്കുകയാണ്, ശവടക്കിന് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആളുകളില്ലാത്തത്. അപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഏതായാലും നമുക്കിവർ പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഭീകരത മനസ്സിലായി കേട്ടോ. രാത്രി അമ്മ പോയിருக்கு. அந்த ஆணி இப்போ எங்கே இருக்குன்னு? இங்கே இருக்கு, சாயக்கட்டில். ஓஹோ, அங்கே இருக்கா? அங்கே தான் இருக்கு, சாயக்கட்டில் தான். ஃபாரஸ்ட்டுக்காரெல்லாம் என்ன சொன்னேன், ஃபாரஸ்ட் மரம் எல்லாம் வந்து இப்போ ஃபாரஸ்ட்டில் இல்லை. ஆனால் இப்போ மெயின் வந்து தேண்டியில் தான். ஃபாரஸ்ட்டில் எல்லாம் நாட்டில் തന്നെ, எல்லாம் நாட்டில். இங்கே தேண்டியில். അപ്പോൾ இந்த ஃபாரஸ்ட்டுக்கார நேற்று டிஎம் வந்தார். டிஎம் வந்து பார்த்துட்டு நான் வெட்டிக்கிறேன் அப்படின்னாரு. அவ்வளோதான். വെറുതെ പറഞ്ഞിട്ട് പോകും, അത്രേ ഉള്ളൂ. அவ்வளோ. இப்போ ஃபாரஸ்ட்லாம் ആന ഇല്ല, തേണ്ടിയുടെ മാത്രം. എല്ലാ നാട്ടിലാണ് തേണ്ടി. ഫോറസ്റ്റിലൊരു ആനയില്ല, എല്ലാം ഈ തേയിലത്തോട്ടത്തിൽ കൂടെ ആണെന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് ഇതുപോലെയുള്ള എസ്റ്റേറ്റ് തൊഴിലാളികളാണ്, പാടികളിൽ താമസിക്കുന്ന ആളുകളാട്ടോ. அந்த அக்கா உங்களுக்கு எத்தனை நாளாக தெரியும்? அவங்க இங்கே நம்ம சொந்தக்காரங்க தான். அக்கா தான் மறைச்சு போனது இந்த பையனுக்கு ஆன்ட்டி வேணும். அக்கா தான். அந்த ஃபாரஸ்ட்டுக்காரன் வந்து அந்த காம்பன்சேஷன் பற்றி ஏதாவது அவங்க வந்து சொல்லும் போது நான் அதை வேலை போட்டேன், அதை செய்கிறேன், இது செய்கிறேன்னாங்க. அவ்வளோதான். அது ஒன்றும் நடக்காது. அவங்க சொல்கிறத மாற்றணும். மறைச்சி மாத்திரம் உள்ளல சொல்கிறத மாற்றணும், வேறு ஒன்றுமே நடக்காது. நம்மளை கம்பி வெடி போட சொல்லுது. கம்பி வெடி எங்கே போடுவீங்க? லைன்ஸில் எப்படி போட முடியும்? ஒன்றும் நடக்காது. கம்பி வெடியிட வைக்கல. டிஎம் கரெக்டாக இருந்தால் அந்த தேண்டி வளர்க்காமல் இருந்தால் ஆனால் நிற்காது. ஃபாரஸ்ட்டில் ஆணையும் இல்லை, ஃபுல்லாக தேண்டிட்டு தான். എല്ലാം തേയിലത്തോട്ടത്തിലല്ല, തേയിലത്തോട്ടത്തിൽ. അങ്ങ് പാർക്ക് നിങ്ങൾ ഞാൻ വേണം കൊണ്ട് കാട്ടണം. നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിലുമായിട്ട് ഒരു വ്യത്യാസം. കേരളത്തിൽ പറഞ്ഞ തമിഴ്നാട്ടിൽ ரொம்ப മോശം. ഇവിടെ വന്നപ്പോൾ എനിക്ക് അതല്ല അവർ പറയുന്നതാണ്. ഇവിടെ ഈ ഒരു നമ്മുടെ ഇവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ എന്ന 10 ലക്ഷം രൂപയിൽ ഏറ്റവും കുറഞ്ഞ ഒരു 5 ലക്ഷം രൂപയെങ്കിലും കാശ് 10 ലക്ഷം രൂപ കൊടുത്ത് എന്നാ ചെയ്യ മുടിയും? അല്ല, കേരളത്തിലെല്ലാം എന്താ 10 ലക്ഷം രൂപ സ്പോട്ടിൽ കിടക്കും. അതാണ് ഞാൻ சொன்னேன். അപ്പോൾ അത് അവർക്ക് പെട്ടെന്ന് കിട്ടും. ഇവർക്ക് അതിനെക്കുറിച്ച് അവരോടൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ലെന്ന് അവർ പറഞ്ഞു കേട്ടോ. ഇതിലെത്താം. അല്ല, അവരെ അടിച്ചിട്ട് ഇന്ത വലിയ തന്നെ ഈ റോഡ് വലിയ അങ്ങനെ നിൽക്കേ. ചേട്ടൻ ഇവിടെ ആ ഷെഡിൻ്റെ അവിടെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് വിടപെടും ഇപ്പടി നടുക്കുത്. വിറച്ചു പോയില്ലേ? വിറച്ചു പോടാ. ഞാൻ ഒരാൾ തന്നെ ഇരിക്കേ. വീട് തുറക്കല. ഇപ്പടി നടുക്കുത് എനിക്ക് ഉടമ്പെല്ലാം. இப்போவுமே அந்த நடுக்க இருக்குடப்பா. அழட்டுது. அது இங்கே வந்து நின்றுச்சு. இந்த கம்பியை விட்டு நின்று திரும்பினுச்சு. அங்கே திரும்பும் போது நான் നമുക്ക് വന്നിരുമോന്ന് എനിക്ക് ഒരു ഭയം, വേറെ ഒന്നും. വളരെ സാധാരണപ്പെട്ട ആളുകളാട്ടോ ഇവിടെയുള്ള ആളുകളെല്ലാം. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളാണ്. നമ്മുടെ നാട്ടിലെ പോലെ അത്ര എന്താ പറയുക, അതുപോലെ അത്രയും പവറൊന്നും ഈ സാധാരണക്കാർക്കൊന്നും ഇല്ല. ഇവരുടെ കാര്യം സംസാരിക്കാനും ആരുമില്ല. അതാണ് അവർ സംസാരിച്ചത്. ഇവരെപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഇവരുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. ഒരു തൊഴിലാളികൾ ഇപ്പോഴും ഇങ്ങനത്തെ പാടികളിലാണ് താമസിക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ തേയിലത്തോട്ടം. ഇതിൽ പോകും സാർ வரும்போது இதில் போகும். இன்னும் இந்த கம்பி கட்டியிருக்கோம் பாருங்க, இதை வந்து இறக்கி தான் கட்டியிருப்பான். ஆனால் இதில் வந்துடும், நுழைஞ்சி வந்துடும். ஓ, ஆனை இறங்காதிരിക്കാൻ கரண்ட் கம்பி இப்போ இன்றைக்கி வந்து நாங்கள் தூக்கி வச்சோம். ஓஹோ, இந்த படத்தை வைப்போம். ஆனால் இன்னைக்கு கொஞ்சம் தூக்கி வச்சோம், ஏன்னா பிறந்த கொண்டு போகணும்ல, அதுக்காக தூக்கி வச்சோம். നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിലുള്ള കമ്പിയില്ല, അത് പൊട്ടി വീണ് കിടന്ന ഒരു കഷ്ണം എടുത്ത് ഇവരിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതാണ്. അതിൽ ഇങ്ങനെ വരും. അത് കുനിഞ്ഞു വരും അല്ലേ? അതും കടന്നു വരുമെന്ന്. അത് ആന തട്ടിയിട്ടെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ 2 മരത്തെ കൂട്ടി കെട്ടിയേക്കുന്നത്, അതും കടന്നു വരുമെന്ന് പറഞ്ഞു. ஃபாரஸ்ட்டில் நிற்கிறதில்ல, தேண்டியில் தான். ഫോറസ്റ്റിൽ നിൽക്കുന്നില്ല. ஃபாரஸ்ட்டில் பெல்ல ஆனை, தேண்டியில் மட்டும்தான்.
6 மணிக்கு வெளியே வந்துடும் சார். 6 മണിക്കാ? 6 മണി 6:45 வெளியே வந்துடும். 6 മണിയാകുമ്പോഴത്തേക്കും ആന ഇവിടെ വരും കേട്ടോ. അവസാന സമയം ഞാനിപ്പോൾ നിൽക്കുന്ന സമയം തന്നെ 3:30 ആയിട്ടുണ്ട്. 7 மணிக்கு பஸ் போகுது. இந்த இப்போ புதுசாக பஸ் விட்டுருக்கு பொன்னணியிலேருந்து நம்ம ரோட்டுக்கு பட்டவேலுக்கு பஸ் போகுது. ஆனை அங்கே நிற்குது. ഓ ബസ് நான் செட்டுக்குள்ளே நிற்கிறேன். ഓഹോ எனக்கு இப்படி நடுங்குது. ஆனால் ஆணையை பார்க்குறேன். ആ ബസ് പോകുമ്പോൾ ആന നിൽക്കുന്നുണ്ടല്ലേ? ഇങ്ങനെ പോകുന്നത് മുകളിലെ റോഡല്ല അല്ലേ? മുകളിലെ റോഡല്ലേ? ഇതിലിങ്ങനെയാണ് റോഡല്ലേ? ഇതെന്താ റോഡ്? പാട്ടവേലി. പാട്ടവേല? പാട്ടവേലി. പാട്ടവേലി ബത്തരി. ബത്തരി ഇങ്ങോട്ട് കുളപ്പള്ളി. ഇന്താരോ ഇന്ത റോഡ് പാട്ടവേല ബത്തരി? ഇത് പാട്ടവേലി. ഓഹോ പാട്ടവേലി ബത്തരി. ഇപ്പോൾ നമുക്ക് ആന ഇവിടെ നിൽക്കുന്ന സമയത്ത് അവർ പുള്ളി പറഞ്ഞല്ല ആന നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല ആനപ്പിണ്ടാണ് കാണുന്നത്. அந்த பாருங்க செட்டு அங்கே நின்று தான் பார்க்குறேன் ഞാൻ. அங்கே நின்று தான் பார்க்குறேன். അതെ അതെ செட்டு. ചേട്ടനതാ ഈ കാണുന്ന ഷെഡിൻ്റെ അവിടെ നിന്നിട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ആന വെറുതെ ചവിട്ടി ഇവിടെ നിൽക്കുന്നതും കാണുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ താഴെ താഴെന്നാണ് ഇങ്ങോട്ട് കയറിയത്. ഇപ്പോൾ കൂടെ ആന ഇറക്കാങ്ക இருக்கு. രാത്രി അങ്ങ് പോയിരിക്കും. പൊട്ടച്ചാറ പോയിരിക്കും. ഓഹോ പോയിട്ട് ഇപ്പം അങ്ങ് പോയിരിക്കും. ആന ഇപ്പോൾ അതെ ഈ കാടിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുണ്ടെന്നാണ് പറയുന്നത്. രാത്രി ആകുമ്പോൾ ഇറങ്ങി വരും എന്ന് പറഞ്ഞത്. 5:30 മണി 6 മണിക്കുള്ള 6 മണിയാകുമ്പോൾ ഇറങ്ങുമെന്നല്ലോ. റോഡ് കണ്ടോ? ആ വണ്ടി പോകുന്ന റോട്ടിൽ കൂടെ ഒക്കെ ഇറങ്ങി ഇങ്ങനെ വരുമെന്ന് പറഞ്ഞവർ. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോറസ്റ്റ് അല്ല, ഈ എസ്റ്റേറ്റിൻ്റെ ടാൻഡി എന്ന് പറഞ്ഞ എസ്റ്റേറ്റിൻ്റെ തന്നെ സ്ഥലമാണ്. അവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതാണ്. അതിപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇവരും അത് തെളിക്കാനൊന്നും പോകുന്നില്ല. കാരണം അതിൻ്റെ അകത്ത് ആനയൊക്കെ ഉള്ളതുകൊണ്ട് ഇവരും അത് ഒഴിവാക്കി ഇട്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ ആന കയറി നിൽക്കുന്നതെന്നാണ് ഈ ആളുകളൊക്കെ പറഞ്ഞത്. ആന എങ്കരുന്ന് വരുന്നത് അയ്യങ്കിലി അതാണ് ഫോറസ്റ്റ്. ഇங்கே அது எத்தனை ஏக்கர் இருக்கு? எத்தனை ஏக்கர் இருக்கு? இதா அது வந்துட்டு ஒரு இல்ல அது மொத்தம் வந்து ஒரு 15-20 ஏக்கர் பக்கம் வருவாங்க மொத்தம். அங்கே മൊത്തം അവിടെ 20 ഏക്കർ സ്ഥലം ഇങ്ങനെ നാട് കളിക്കാനായിട്ട്. അത് ഫോറസ്റ്റ് അല്ലേ? ഫോറസ്റ്റ് അല്ല, ടാൻഡി എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റിൻ്റെ പേരാ കേട്ടോ. നമുക്ക് പറഞ്ഞത് എസ്റ്റേറ്റിൻ്റെ സ്ഥലം തന്നെയാണ്. കാട് പിടിച്ച് കിടക്കുന്നത്. ഇതോ ഇന്ത മുകളിൽ ഇരിക്കും അത് ഫോറസ്റ്റാ? അത് ഫോറസ്റ്റ്. ഓക്കെ. അതായത് ആളുകൾ മരിക്കുമ്പോൾ ആ ഒരു സമയത്ത് ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി അങ്ങ് പോകും എന്നല്ലാതെ ഇവരുടെ കാര്യത്തിലൊന്നും ഒരു തീരുമാനവും ഇവിടെ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഈ ആളുകളൊക്കെ സംസാരിച്ചത്. മാത്രമല്ല എല്ലാവരും ഒരുമിച്ചാണ്. ആളുകൾ മാത്രം ഇതെല്ലാം അനുഭവിക്കുന്നു. അതായത് ഇവിടെയുള്ള സകല പൊളിറ്റിക്കൽ പാർട്ടികളും എല്ലാവരും ആരും ഇവരുടെ കാര്യങ്ങളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് അവർ സംസാരിച്ചത്. അത് വലിയൊരു അവസ്ഥ തന്നെയാണ്. പക്ഷേ ഏതായാലും ഇത്തരം ഒരു അവസ്ഥ ഏതായാലും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് തന്നെ നമുക്കൊരു ആശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്നിരുന്നാലും കോമൺ ആയിട്ട് 2 സ്റ്റേറ്റിലും നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാട്ടാനയുടെ പ്രശ്നം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. മറ്റേത് മൃഗമാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമുക്ക് അതിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഒരു കാട്ടാനയുടെ മുമ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ ഓൾമോസ്റ്റ് നടക്കാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആളുകളുടെ ജീവന് സംരക്ഷണം ഒരുക്കുക തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഈ തേയിലത്തോട്ടവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ജീവിക്കുന്നത്. ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്നുണ്ട്, പക്ഷേ പകൽ ഇറങ്ങുന്നത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞാൽ അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഈ ആന വരുന്ന കാര്യം. നേരെ ആന ആ ചേച്ചിയുടെ നേരെ വന്നിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തത്. തമിഴ്നാട്ടിലെ നീൽഗിരിസ് ഡിസ്ട്രിക്റ്റിൽ ഇങ്ങനെ ആന മനുഷ്യരെ കൊല്ലുന്നത് ഇപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ല. നിരവധി ആളുകളെ കൊന്നിട്ടുണ്ട്. പലതും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞൊരു 1.5 വർഷത്തിനുള്ളിലുള്ളത്. ഏതായാലും വീണ്ടും ഒരാളും കൂടെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എത്ര പേര് മരിച്ചാൽ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി വരും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മനുഷ്യാവകാശ ലംഘനം തന്നെയാണെന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. മനുഷ്യർക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള ഒരവസ്ഥ. ഇനിയിപ്പോൾ അത് എൻക്രോച്ച്മെൻ്റ് ആ ഏരിയ ആണെങ്കിൽ അവരെ ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോകൾ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.